ഞാൻ അങ്ങനെ അല്ലാഹുവിന്റെ വചനങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എനിക്ക് കാണാൻ ഇടയായി. സൂറത്തുൽ ഹുജറാത്ത്. ആ ആയത്ത് എന്നെ ചിന്തിപ്പിച്ചു. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. അഭിമാനം ആർക്കും ലോകത്ത് വേണം അല്ലേ? പൈസ ഇല്ലാത്തവർക്ക് വിലയില്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതേ ആയത്ത് മനുഷ്യന്മാരെ അള്ളാഹു വിവിധ രൂപത്തിലും കോലത്തിലും ഭാഷയിലും അള്ളാഹു പല പ്രകൃതങ്ങളിൽ പടച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങൾക്കറിയാൻ പറ്റും. മുഖം കണ്ടാൽ അറിയാം ഇവൻ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് വരുന്നവനാ. ഭാഷ കണ്ടാൽ അറിയാം ഇവന്റെ സംസ്കാരം ഏതാണ്. കോലം കണ്ടാൽ അറിയാം ഇവന്റെ സ്വഭാവം എന്തായിരിക്കും. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പടച്ചതാ. എല്ലാവരും ഒരേ മുഖമായിരുന്നെങ്കിൽ ഈ ലോകത്തിന് എന്ത് ഭംഗിയുണ്ടാവുക. ഇന്ന അക്രമക്കും, അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, അള്ളാഹു ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ആദരവിന്റെ നോട്ടത്തോടുകൂടെ നോക്കിക്കാണുന്നത് അത്ഖാകും, നിങ്ങളിൽ ആരുടെ ഹൃദയത്തിലാണോ തഖ്വയുള്ളത് അവരെയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വയുള്ളവരെയാണ് അള്ളാഹു നോക്കിക്കാണുന്നത്. അവരാണ് ഏറ്റവും വലുത്. ഇപ്പൊ പൈസ അവിടെ വിഷയമല്ല, തറവാട് അവിടെ വിഷയമല്ല, ആരോഗ്യവും പ്രായവും അവിടെ വിഷയമല്ല, സമ്പത്തുണ്ടോ ഇല്ലേ അത് വിഷയമല്ല. ആരാ ഏറ്റവും സ്ഥാനമുള്ളവർ? അത്ഖാ, ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു. നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വലുപ്പം എത്രയാണ്, അതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഖൽബിന്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള തഖ്വ അള്ളാഹു തരട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ നമ്മൾ ഒരു ബോധമില്ലാതെ മരിച്ചുപോയി ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച എന്തായിരിക്കും നമ്മുടെ നാളെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു ചില ക്രൈറ്റീരിയൻ വെച്ചിട്ടുണ്ട് ലോകത്ത്. ആ ക്രൈറ്റീരിയൻ മനുഷ്യൻ മാറ്റിമറിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ തഖ്വയുള്ളവരാണെന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷെ മനുഷ്യന്മാർ പറഞ്ഞു അല്ല, കുറെ പൈസയും വലിയ വീടും വെച്ച ആളുകളാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ എന്ന് മനുഷ്യൻ തിരുത്തി എഴുതി. അള്ളാഹു പറഞ്ഞത് അതല്ല. അള്ളാഹു പറഞ്ഞത് അത്ഖാകും, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. رب أشعث أغبر ذو طمرين مدفوع بالأبواب لا يعبأ له لو أقسم على الله لأبره ومنهم براء بن مالك. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനുണ്ട് ബറാ ഇബ്നു മാലിക്. ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ, ഇറാനിൽ ഖാദിസിയ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. കാന യുദീറുൽ മഅറകത അലാ ബത്നിഹി, കടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച കമാൻഡർ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഖാദിസിയ യുദ്ധം ഒന്നാമത്തെ ദിവസം പരാജയപ്പെട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്, ഈ പരാജയത്തിന്റെ കാരണം എന്തായിരിക്കും തോൽക്കാൻ കാരണം? അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. സ്വഹാബികൾ അവിടെയുണ്ട്. അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, യാ സഅദ്, സഅദേ, അല്ലാഹു ഇന്ന് നമുക്ക് പരാജയം തരാൻ കാരണം നസീന സുന്നത സിവാകി അൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രഷ് ചെയ്യാൻ, മിസ്വാക്ക് ചെയ്യാൻ. ഇറാനിലേക്ക് വന്നിട്ട്, ഖാദിസിയയിലേക്ക് വന്നിട്ട് അറാക്ക് നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ കയ്യിൽ ഒരു സൈന്യാധിപന്റെ, ഒരു പട്ടാളക്കാരന്റെ കയ്യിലും അറാക്കിന്റെ കഷ്ണമില്ല, മിസ്വാക്കില്ല. ആ സുന്നത്ത് എടുക്കാൻ നഷ്ടപ്പെട്ടു പോയതാണ് ഇവിടെ പരാജയത്തിന്റെ കാരണം. നോക്കണം, ഇത് ഭയങ്കര സംഭവമാണ്. നമ്മൾ വിചാരിക്കില്ല എന്തേ ഇപ്പൊ സമ്മേളനം വിജയിക്കാത്തത്? മൈക്ക് സെറ്റ് അതൊന്നുമല്ല, ലൈറ്റോ അതുമല്ല, ഭക്ഷണോ അതുമല്ല, പിന്നെ എന്തേ? ചിന്തിക്കണം. നസീന സുന്നത സിവാകി അൻ റസൂലില്ലാഹ്, സുന്നത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉടനെ അടിയന്തരമായി ഉത്തരവിറക്കി, എവിടെ നിന്നൊക്കെ കിട്ടുമോ അറാഖിന്റെ കഷ്ണങ്ങൾ മുഴുവൻ പട്ടാളക്കാർക്കും വിതരണം ചെയ്യണം. എല്ലാവർക്കും വിതരണം ചെയ്തു. എന്നിട്ട് അള്ളാഹുവിനോട് വിജയം തേടാൻ പോവുകയാണ്.
ആ ഇടക്ക് ചോദിച്ചു, ഐന ബറാ ഇബ്നു മാലിക്, എവിടെയാണ് ബറാ ഇബ്നു മാലിക്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ബറാ റളിയല്ലാഹു അൻഹു എവിടെ? അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, വളരെ പാവപ്പെട്ട മനുഷ്യനാണ്, മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യനാണ്, ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി ഇങ്ങനെ കടന്നു വന്നപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബറാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്നൊരിക്കൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ കുറിച്ച് പറഞ്ഞത്? റുബ്ബ അശ്അസ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബിൽ ദൂ തിമറൈൻ ലാ യുഅബഉ ലഹു. എത്രയോ മുടി ജട പിടിച്ചവർ, മാസങ്ങളായി കുളിച്ചില്ല എന്ന് തോന്നുന്നവർ, ശരീരം മുഴുവനും പൊടിയുള്ള വസ്ത്രമായി നടക്കുന്നവർ, മദ്ഫൂഇൻ ബിൽ അബ്വാബ്, ആരുടെ വീട് വാതിൽക്കൽ ചെന്നാലും എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് പോ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കപ്പെടുന്നവർ, ദൂ തിമറൈൻ, രണ്ട് ചെറിയ പുതപ്പിന്റെ കഷ്ണവും പുതച്ചു നടക്കുന്ന ആളുകൾ, ലാ യുഅബഉ ലഹു, ആരും അവരെ മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട്. അല്ലാഹുവിന് ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അവർ അല്ലാഹുവിനെ വിളിച്ച് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അവസാനം ചേർത്ത് വായിച്ചു, വമിൻഹും ബറാ ഇബ്നു മാലിക്, അവരിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക്. ബറാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ അന്നൊരിക്കൽ അങ്ങയെ കുറിച്ച് പറഞ്ഞത്? അതുകൊണ്ട് ബറാ, നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഈ ഖാദിസിയ യുദ്ധം ഇന്ന് നടക്കുമ്പോ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ കിസ്റ സാമ്രാജ്യത്തിന്റെ പതാക താഴുകയും അവിടെ ഇസ്ലാമിന്റെ പതാക പൊങ്ങുകയും വേണം. അതുകൊണ്ട് ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ വിജയം വേണമെന്ന് നിങ്ങൾ ദുആ ചെയ്യണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സൈന്യത്തിന്റെ കമാൻഡർ, വളരെ പാവമായിരുന്ന, ആരും കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത ആൾ, മഹാനായ സ്വഹാബിയായിരുന്ന ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ഇറക്കാൻ വേണ്ടി പറയുന്നു. പൈസ കൊണ്ടല്ല വിജയിക്കുന്നത്, ആർഭാടം കൊണ്ടല്ല ദീൻ വിജയിക്കുന്നത്, പൈസയുടെ പെരുമ കൊണ്ടല്ല അല്ലാഹുവിന്റെ ദീൻ വിജയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഖാറൂനിന്റെ സംഘം വിജയിക്കണമായിരുന്നു മൂസ നബിയുടെ കാലത്ത്. ഖാറൂൻ ലഅനഹുല്ലാഹ്, അല്ലാഹു നശിപ്പിച്ചില്ലേ? ആർഭാടം കൊണ്ടല്ല അല്ലാഹുവിന്റെ ദീൻ നിലനിന്നത്, പാവപ്പെട്ട മുഅ്മിനീങ്ങളെ കൊണ്ടാണ്. പാവപ്പെട്ട മുഅ്മിനീങ്ങൾ കയ്യിൽ കാശില്ലാത്തവരാണ്, കേട്ടെ, ആർഭാടങ്ങളില്ലാത്തവരാണ്. പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വയുള്ളവർ, അവരെ കൊണ്ടാണ് വിജയമെന്ന് പഠിപ്പിക്കുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു. മഹാനായ ബറാ എന്നവരുടെ ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ ഇസ്ലാമിന്റെ പതാക ഉയരണം. പറഞ്ഞതുപോലെ കിസ്റയുടെ കൊട്ടാരത്തിൽ നിന്ന് പതാക താഴുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഇസ്ലാമിന്റെ പതാക പൊങ്ങുന്നതും ഒരേ സമയം മഹാനായ ബറാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയായിരുന്നു. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് അവർ കാരണമാണ് നിങ്ങൾക്ക് ഇവിടെ മഴ പെയ്യുന്നത്, അവർ കാരണമാണ് അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നത്, അവർ കാരണമാണ് അല്ലാഹു നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. മനസ്സിലാക്കണം, അവരാണ് അല്ലാഹുവിന്റെ അടുത്ത സ്ഥാനമുള്ളവർ. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം, ഹൃദയത്തിലേക്കാണ് നോട്ടം. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ഏതെങ്കിലും ഒരു നാട്ടുകാർ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ ആകാശഭൂമികളിലെ സർവ്വ നന്മകളും ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, അതുകൊണ്ട് തഖ്വയുള്ളവരെ ബഹുമാനിക്കണം. തഖ്വയുള്ളവരെയാണ് അല്ലാഹു ബഹുമാനിക്കുന്നത്. ഓരോരുത്തരും അഭിമാനം ലഭിക്കാൻ സമ്പത്തിന്റെ പിന്നാലെ, ബിസിനസിന്റെ പിന്നാലെ ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഹലാലായ ബിസിനസ്സുകളാണെങ്കിൽ അൽഹംദുലില്ലാഹ്, നിഅമത്ത് വതാബത്ത്. ഹറാം ബിസിനസ് ആയിക്കൂടാ, ബിസിനസ് ഹറാമായിക്കൂടാ, പലിശയുടെ ബിസിനസ്സുകളായിക്കൂടാ, ഹറാമിന്റെ വരുമാനങ്ങളായിക്കൂടാ. അത് നാളെ സങ്കടത്തിന് കാരണമാകും, നാളെ അത് നരകം മേടിച്ചു തരുന്ന സംഗതിയായി പോകും. എങ്കിൽ പോലും കച്ചവടത്തിൽ പോലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളുണ്ടെങ്കിൽ അവരാണ് നാളെ അംബിയാഇന്റെ കൂടെ ഇരിക്കാൻ പോകുന്നത്, അവരാണ് പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നത്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ. കച്ചവടക്കാർക്കും ഭയപ്പെട്ടുകൂടെ?
മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാ 5 ദീനാറിനും 10 ദീനാറിനും റൂമുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന മഹാൻ 5 ദീനാറിന്റെ ഒരു റൂം ഒരു അറാബി വന്നിട്ട് 10 ദീനാർ കൊടുത്ത് വാങ്ങിച്ചു പോയപ്പോ ബഹുമാനപ്പെട്ടവർ തിരിച്ചു വന്ന് ചോദിച്ചു, അല്ല 10 നൽകിയ ആൾക്ക് 5 ആണോ കൊടുത്തത്? അയാൾ തൃപ്തിപ്പെട്ടു പോയി. പറ്റില്ല. ആ അറാബിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാ താബിഈങ്ങളിൽ വന്ന മഹാൻ പകലന്തിയോളം വിളിച്ചു നടന്നു. എന്റെ വില്ല വാങ്ങിച്ചു പോയവൻ, എന്റെ റൂം വാടകക്കെടുത്ത അറാബി ആരാണ്? വിളിച്ചിങ്ങനെ നടന്ന അവസാനം ആളെ കിട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാ വാങ്ങിച്ചത് 10 ദീനാറിൻ്റെത്, നിങ്ങൾ 10 ദീനാർ തന്ന് വാങ്ങിച്ചത് 5 ദീനാറിൻ്റെതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ 10 5 നിങ്ങൾ തിരിച്ചെടുക്കണം. അത് എനിക്ക് വേണ്ട. 10 5 നിങ്ങൾ തിരിച്ചെടുക്കണം. അതല്ലെങ്കിൽ 10ന്റെ റൂം നിങ്ങൾ എടുക്കണം. 5ന്റേത് മാറ്റിയിട്ട് ഒന്നുകൂടെ സൗകര്യമുള്ളത്, നിങ്ങൾ അതിന്റെ പൈസ തന്നിട്ടുണ്ടല്ലോ, 10ന്റേത് എടുക്കണം. അതിന് നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ 10ഉം തിരിച്ചെടുത്തിട്ട് എന്റെ റൂം എനിക്ക് തിരിച്ചു തരണം. ഇതല്ലാതെ നിങ്ങളുടെ ഹക്ക് എനിക്ക് വേണ്ട. അറാബി പറഞ്ഞു, ആരാണ് ഈ മനുഷ്യൻ? ഇങ്ങനെയുണ്ടോ ഒരു കച്ചവടക്കാരൻ? കച്ചവടക്കാരൻ എന്താ വിചാരിക്കുക? വാങ്ങിച്ചു പോയില്ല, അൽഹംദുലില്ലാ. 100 റുപ്യന്റെ സാധനം 500-ന് വിറ്റു, ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. എന്തൽഹംദുലില്ലാ? ഈ കൊള്ളലാഭം അള്ളാഹു പൊറുക്കുമോ? അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ? 10 തന്നിട്ട് 5ന്റേത് വാങ്ങിച്ചത് ശരിയായില്ല. നിങ്ങൾ 10ന്റേത് തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ 5 നിങ്ങൾ തിരിച്ചു മേടിക്കണം, അല്ലെങ്കിൽ 10 തിരിച്ചെടുത്തിട്ട് എന്റെ റൂം എനിക്ക് തിരിച്ചു തരണം. അറാബി മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ 5 തിരിച്ചു തന്നാൽ മതി, ഞാൻ 5ന്റെ റൂം എടുത്തോളാം. തന്ന 10ൽ നിന്ന് 5 ബാക്കി തന്നേക്കും. തിരിച്ചെടുത്തു. എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് ഈ മുതലാളി? ഇങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുതലാളി ആരാണ്? ഫഖാലു, അവർ പറഞ്ഞു കൊടുത്തു, വ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മഹുല്ലാഹ്. മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മഹുല്ലാഹ് എന്ന മഹാനായ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ്. അറാബി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവനും രേഖപ്പെടുത്തി. വഹാദല്ലദീ യുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുനാ. ഉറപ്പാണ് ഇത്തരത്തിലുള്ള മുതലാളിമാർ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുതലാളിമാരെ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കാത്ത കാലത്ത് അള്ളാഹു മഴ തരാൻ കാരണം. ഇങ്ങനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യരെ കാരണമാണ്. ഈ മുഹമ്മദ് ഇബ്നു മുൻകദിർ തങ്ങളെ പോലെയുള്ള മഹത്തുക്കളാണ്. ഇദാ ഖഹതുനാ, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ അള്ളാഹു മഴ തരാൻ കാരണം ഈ സജ്ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. മുത്തഖീങ്ങളെ അള്ളാഹുവിന് വേണ്ടത്, അള്ളാഹുവിന് വേണ്ടത് അവരെയാണ്. ഒരു സഹാബി വന്ന് ചോദിച്ചു, അല്ല നബിയേ, ഒരു സഹാബി വന്ന് ചോദിച്ചു, നബിയേ, എനിക്കൊരു സഹോദരനുണ്ട്. ആ സഹോദരൻ ഇൽമ പഠിക്കാൻ പോകുന്നു. ഞാൻ അധ്വാനിക്കാൻ പോകുന്ന കൂലിപ്പണിക്കാരൻ. ഞാൻ അധ്വാനിച്ചു കിട്ടുന്ന എന്റെ സമ്പത്തിൽ നിന്നാണ് അവനെ പോലും ഞാൻ സഹായിക്കുന്നത്. അവൻ പറയുന്നു, ഞാൻ ദർസിൽ പോയി പഠിക്കുകയാണ്, ഇൽമ പഠിക്കുന്നു എന്ന്. നബിയേ, ഞാൻ ഒറ്റക്ക് അധ്വാനിക്കുകയും അവൻ ഇൽമ പഠിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവന്റെ ചെലവ് പോലും ഞാൻ പുലർത്തേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന സ്വാഭാവികമായൊരു സംശയം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ലഅല്ലക തുർസഖു ബിബറകതിഹി. നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് പോലും നിങ്ങളുടെ അനുജൻ ദീൻ പഠിക്കുന്നത് കാരണത്താലാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനുജൻ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുന്ന കാരണത്താലാണ് നിങ്ങൾക്ക് അല്ലാഹു ജോലി തരുന്നതും, നിങ്ങൾക്ക് അല്ലാഹു ജോലി ചെയ്യാൻ ആരോഗ്യം തന്നതും, അല്ലാഹു ഭക്ഷണം തരുന്നതും. അല്ലാഹുവിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ചെയ്യുന്നത് ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹു നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വല്യുമ്മമാർ, മുസ്ഹഫിൽ നിന്ന് കണ്ണെടുക്കാതെ ഖുർആൻ ഓതി നിൽക്കുന്ന വല്യുമ്മമാർ, അല്ലാഹുവിന് വേണ്ടി രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മമാർ, അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന വല്ലിപ്പമാർ, അല്ലാഹുവിന് വേണ്ടി പാതിരാ നേരങ്ങളിൽ തസ്ബീഹ് ചൊല്ലുന്ന ചെറുപ്പക്കാരായ മുത്തഖീങ്ങൾ, ഇവരൊക്കെ വീടിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ കാരണം അല്ലാഹു നിങ്ങൾക്ക് ഇസ്സത്ത് തരും, അഭിമാനം തരും. അഭിമാനമുണ്ടാക്കാൻ പിന്നെ മണിമാളിക പൊക്കേണ്ടതില്ല, അഭിമാനമുണ്ടാക്കാൻ പിന്നെ സമ്പത്ത് വാരിക്കൂട്ടേണ്ടതില്ല. അല്ലാഹു അഭിമാനം
അഭിമാനം തരാമെന്ന് പറഞ്ഞ വാക്ക് ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് അവർക്കാണ് അല്ലാഹു ഏറ്റവും മഹത്വം കൊടുക്കുക. മഹാനായ ശഖീഖുൽ ബൽഖിയോട് ഹാത്തിമുൽ അസമിന്റെ മറുപടി, വിശുദ്ധ കലാമിൽ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ ഞാൻ എന്തിന് പിന്നെ ടെൻഷൻ അടിച്ച് ജീവിക്കണം, ഞാൻ എന്തിന് പിന്നെ വിഷമിച്ച് ജീവിക്കണം? അഭിമാനമാണോ വേണ്ടത്? അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ പോരെ. ഇതാണ് ഞാൻ പഠിച്ചെടുത്ത നാലാമത്തെ കാര്യം. അപ്പോ 33 കൊല്ലം കൊണ്ട് പഠിച്ചെടുത്തതിൽ നാലാമത്തേതാണ്. അഞ്ചാമത്തേത് പറഞ്ഞു മഹാനായ ഹാത്തിമുൽ അസം, നദറതു ഇലൽ ഖൽഖി യത്അനു ബഅദുഹും ഫീ ബഅദിൻ വയൽഅനു ബഅദുഹും ബഅദാ. ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നുണ്ട്. യത്അനു ബഅദുഹും ബഅദാ, എന്താണ് കുറ്റം പറച്ചിലൊക്കെ? ഓൺലൈനിലാണ്, അതുകൊണ്ട് ഒച്ചപ്പാടും ബഹളൊന്നും മൈക്കിൽ കേൾക്കാറില്ല എന്ന് മാത്രം. ഒരാള് മറ്റൊരാളെ കുതിര കയറുന്നത്, അനാവശ്യങ്ങൾ എഴുതിവിടുന്നത്, അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, വോയിസ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നത്, വീഡിയോകൾ. ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നു. ഹാത്തിമുൽ അസം പറയാ, ശിഷ്യൻ പറയാം, ശൈഖനോട് പഠിച്ച 8 കാര്യത്തിൽ അഞ്ചാമത്തേത് പറയാൻ പോവാണ്. ചില ആളുകൾ ചിലരെ ശപിക്കുന്നുണ്ട്, ലഅനത്ത് ചെയ്യുന്നുണ്ട്, നശിക്കട്ടെ എന്ന് പറഞ്ഞു വിടുന്നുണ്ട്, നാശം എന്ന് പറഞ്ഞു വിടുന്നുണ്ട്, കുരുത്തക്കേട്, അവരെ നശിച്ചവരാണെന്ന് പറയുന്നുണ്ട്, അവരെ നാശത്തിലേക്കാണെന്ന് പറയുന്നുണ്ട്. പരസ്പരം പറയുന്നവർ, ഉമ്മമാര് മക്കളോട്, മക്കൾ ഉമ്മയോട്, ജേഷ്ഠൻ അനുജനോട്, അനുജൻ തന്റെ കൂട്ടുകാരനോട്, ഓരോരുത്തർ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പഴിചാരലും ദേഷ്യപ്പെടലും അസൂയപ്പെടലൊക്കെ കാണുമ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കി, ഇതിന്റെയൊക്കെ അടിസ്ഥാന വിഷയം അസൂയയാണ്. അൽ ഹസദു, അസൂയയാണ്. ثم نظرت الى قوله تعالى, അങ്ങനെയാണ് സൂറത്ത് സുഹ്റുഫിൽ അല്ലാഹു പറയുന്ന ആയത്ത് ഞാൻ ശ്രദ്ധിച്ചത്. نحن قسمنا بينهم معيشتهم في الحياة الدنيا. എന്തിനെ മനുഷ്യൻ അസൂയപ്പെടണം? എന്തിനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണം? نحن قسمنا معيشتهم في الحياة الدنيا. ഒരാൾക്ക് ഈ ലോകത്ത് എത്രയാണോ വരുമാനം കിട്ടേണ്ടതെന്ന് നാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയാം, അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര വലിയ ബിസിനസ് തുടങ്ങിക്കോ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. എന്ത് ചെറുത് തുടങ്ങിക്കോ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. കിട്ടുന്ന ലാഭം അള്ളാഹു തീരുമാനിച്ചു വെച്ചതാണ്. നഷ്ടാണെങ്കിൽ നഷ്ടം, ലാഭമാണെങ്കിൽ ലാഭം. എത്രയാണ് എന്റെ വരുമാനമെന്ന് അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റം വരാൻ പോണില്ല. പിന്നെ എന്തിന് അസൂയപ്പെടണം ആളുകൾ? എന്തിന് പരസ്പരം പഴിചാരണം? എന്തിന് പരസ്പരം അസൂയ വെക്കണം? അസൂയ മുഅ്മിന് പാടില്ലല്ലോ. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കൊടുത്തത് എനിക്ക് ഇഷ്ടമായില്ല, അള്ളാഹു അവൾക്ക് കൊടുത്തത്, ഒരു പെണ്ണിന് തോന്നുന്നു അവൾക്ക് കൊടുത്തത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അവൾക്ക് ഉണ്ടാവാൻ പാടില്ല, എനിക്ക് വേണം എന്ന് പെണ്ണ് ചിന്തിക്കുന്നവരുടെ അസൂയയാണ്. ഒരു പുരുഷൻ, അള്ളാഹു അവനാ കൊടുത്ത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അള്ളാഹുവിന്റെ ഓഹരി നമുക്ക് ഇഷ്ടമായില്ല എന്നോ, പിന്നെ ആരുടെ ഓഹരി ഇഷ്ടപ്പെടുക? അള്ളാഹു കൊടുത്തതല്ലേ, ആയിക്കോട്ടെ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ആ ആയത്ത് ഞാൻ കണ്ടപ്പോൾ തറക്തുൽ ഹസദ, ഞാൻ അസൂയയെല്ലാം മാറ്റിവെച്ചു. വജ്തനബതുൽ ഖൽഖ വഅലിംതു അന്നൽ ഖിസ്മത മിൻ ഇൻദില്ലാഹ്. എനിക്ക് എന്താണോ ലഭിക്കുന്നത് ഇത് അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. നമ്മുടെ ആകെ ടെൻഷൻ അതല്ലേ? മക്കള് വലുതാകുമ്പോൾ ഇനി എന്താ, ഇവരിപ്പോ എങ്ങനെ കെട്ടിക്ക പടച്ചോനെ? ചില ജ്വല്ലറിക്കാരൊക്കെ പെൺകുട്ടി ജനിക്കുമ്പോഴേക്കും ചില ട്രഷർ, ചില പോളിസികളൊക്കെ തുടങ്ങുകയാണ്. കല്യാണം ആകുമ്പോഴേക്കും കുറച്ച് കോയിനൊക്കെ ആയി വരുന്നു. സുബ്ഹാനല്ലാഹ്. ചെറിയ പച്ചപ്പാവ കുഞ്ഞിനെ നോക്കിയിട്ട് ഈ കുഞ്ഞിനിക്കൊരു ഭാരമായല്ലോ എന്ന് മാതാപിതാക്കളെ ചിന്തിപ്പിക്കുന്ന പോളിസി അല്ല ഇതിനർത്ഥം? അള്ളാഹുവിൻ്റെ മഈശത്താണ്. ഞാൻ എന്തിനെ കുട്ടികളെ കുറിച്ച് ടെൻഷൻ അടിക്കണം? നഹ്നു ഖസംനാ ബൈനഹും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലെ പള്ളിയിൽ ഹജ്ജിന്റെ സമയത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജോർഡാനിൽ നിന്ന് വന്നൊരു അറാബിയായ മനുഷ്യൻ, ആൾക്കറിയില്ല ആരാണ് ഈ ക്ലാസ് എടുക്കുന്നതെന്ന്. ആരോ പറഞ്ഞു സ്വഹാബിയാണ്, വലിയൊരു ആലിമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ ഹാദാ, വലിയ ശൈഖനെ വിളിക്കുകയാണ്, യാ ഹാദാ, പേര് മറന്നുപോയി എപ്പോഴേക്കും. യാ ഹാദാ അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, അല്ലാഹു നിങ്ങളെ പഠിപ്പിച്ചത് എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞുതാ. ആനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ സൂറത്തു ദാരിയാത്തിന്റെ ചില ഭാഗങ്ങൾ ഓതി കൊടുത്തു.
വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. വഫിസ് സമാഇ, ആകാശലോകത്തുണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റിസ്ഖുകും, നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വമാ തുഅദൂൻ, നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെടുന്ന സംഗതികൾ അല്ലാഹുവിന്റെ ആകാശലോകത്ത് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഇയാൾ പറഞ്ഞു മതി 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 മതി, ഇനി വേറൊന്നും എനിക്ക് കേൾക്കണ്ട, മതി മതി, എന്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത് മതി മതി, അൽഹംദുലില്ലാഹ്, എനിക്ക് വേറൊന്നും പഠിക്കണ്ട, ഞാൻ പോവാൻ. ആൾ എഴുന്നേറ്റ് പോയി. പിറ്റത്തെ വർഷം ഹജ്ജിന് വന്നു. അപ്പോഴും കണ്ടു ഇങ്ങനൊരു എൽമിന്റെ സദസ്സ്. ഇപ്പൊ ചോദിച്ചു, ആരാ അത്? ഇബ്നു അബ്ബാസ് എന്നവരുടെ ദർസാ, എനിക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റുമോ, ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. ആ ഇബ്നു അബ്ബാസ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മ കാണുന്നില്ലല്ലോ. അന്ന് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോ നിങ്ങളൊരു മസ്അല ചോദിച്ചു, നിങ്ങൾ എനിക്കൊരു ആയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശലോകത്ത് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭംഗി എത്രയാണ്, നിങ്ങളുടെ വരുമാനം എത്രയാണ്, നിങ്ങളുടെ മക്കൾ എത്രയാ, നിങ്ങളുടെ ആരോഗ്യം എത്രയാ, ആയുസ് എത്രയാ, ഇതൊക്കെ അല്ലാഹു തീരുമാനിച്ചതാണ്. ഓർമ്മയുണ്ട്. വേറെന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ? എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന്റെ ബാക്കി ഇങ്ങോട്ട് ഓതി കൊടുത്തു. പിറ്റത്തെ വർഷം വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ് സമാഇ വൽ അർദ് ഇന്നഹു ലഹഖ്ഖുൻ മിസ്ല മാ അന്നകും തൻതിഖൂൻ. ഫവറബ്ബിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖ്, ഈ പറഞ്ഞത് ഹക്കാണ്. മിസ്ല മാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയമല്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന്? അതിൽ സംശയവുമുണ്ടോ? ഇല്ല. അതുപോലെ ആകാശലോകത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ റിസ്ക് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അറാബി പറഞ്ഞു, ഇതിനൊക്കെ എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായി, ഞാൻ പോവാണ്. ഇതിനൊക്കെ എത്ര സത്യം, അല്ല അത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയത്. ഇതിനൊക്കെ എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? ആകാശഭൂമിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. എനിക്കത് ഉറപ്പാണല്ലോ, ഇനി എന്തിനാ അല്ലാഹു ഇങ്ങനെയൊക്കെ സത്യം ചെയ്തതാവോ എന്ന് പറഞ്ഞ് ഇയാൾ എഴുന്നേറ്റ് പോയി. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഫഖ്ഹുൽ അറാബി, അറാബിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ടെൻഷൻ അടിക്കുകയാണ്. പടച്ചോനെ ജോലി കിട്ടുമോ, വിസ പോയി അടുത്തത് കിട്ടുമോ, പടച്ച തമ്പുരാനെ എന്താണ് കച്ചവടം മോശത്തിലാണ്, ഇത് ശരിയായി വരുമോ, അല്ലാഹുവേ എന്തായിരിക്കും എൻ്റെ നാളെ, എൻ്റെ വീട് പണി തീരോ, എൻ്റെ മക്കളെ കെട്ടിക്കാൻ പറ്റുമോ, എനിക്ക് കച്ചവടം ഉണ്ടോ, ജോലി ഉണ്ടോ, ടെൻഷൻ അടിക്കുകയാണ്. ഹാത്തിമുൽ അസമ്മ പറഞ്ഞു, ഞാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അല്ലാഹു തീരുമാനിച്ചു വെച്ച വിഷയമാണ് റിസ്കെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അതിനെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കണം? അതുകൊണ്ട് അസൂയ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചു. മഹാനായ ശഖീഖുൽ ബൽഖി തന്റെ അരുമ ശിഷ്യനോട് ചോദിച്ചു, പഠിച്ചെടുത്ത 8 എണ്ണത്തിൽ ഇനി 3 എണ്ണം കൂടെ ബാക്കിയുണ്ട്, 6ഉം 7ഉം 8ഉം കൂടെ പറഞ്ഞു തരണം. അമ്മസ്സാദിസ, 6ാമത്തേത് ഞാൻ പഠിച്ചെടുത്തത്. ഇതും ഒരു മുസ്ലിമിന് ജീവിതകാലം മുഴുവൻ ഖുർആൻ ഓതിയാൽ മനസ്സിലാക്കിയെടുക്കുന്ന സത്തകളാണ്. ഇത് ജീവിതം ശരിപ്പെടുത്തിയെടുക്കാനും സന്തോഷം ലഭിക്കാനും ഈ 8 ഗുണങ്ങൾക്കപ്പുറം പിന്നെ വേണ്ട. 6ാമത്തേത് നദർതു ഇലൽ ഖൽഖി, ഞാൻ മനുഷ്യരിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ യബ്ഗി ബഅദുഹും അലാ ബഅദിൻ, ചില ആളുകൾ ചില ആളുകളെ ആക്രമിക്കുന്നുണ്ട്, ബഗി, അക്രമം ചെയ്യുന്നുണ്ട്. അത് ഇമോഷണൽ ബുള്ളിയിങ്, ഫിസിക്കൽ ബുള്ളിയിങ്, കൾച്ചറൽ ബുള്ളിയിങ്, ഇങ്ങനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളി, മനുഷ്യനെ വെല്ലുവിളിച്ചുകൊണ്ടും മനുഷ്യനെ പ്രയാസപ്പെടുത്തിയും ജീവിക്കുന്നുണ്ട്. യബ്ഗി ബഅദുഹും അലാ ബഅദിൻ വയുഖാതിലു ബഅദുഹും ബഅദാ, ചിലർ ചിലരോട് യുദ്ധം പോലും ചെയ്യുന്നുണ്ട്. റജഅതു ഇലാ ഖൗലിഹി തആല, മനുഷ്യന്മാരുടെ മനസ്സുകൾക്കിടയിൽ ശത്രുത കാണുന്നുണ്ട്. അങ്ങനെയാണല്ലോ ശത്രുക്കൾ. ശത്രുത ഭയങ്കര അസുഖമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസുഖം തന്നെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ശത്രുക്കളാ, നമ്മൾ മാത്രം സ്വന്തക്കാർ, ബാക്കിയൊക്കെ ശത്രുക്കൾ. അങ്ങനല്ല.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന സർവ്വ മനുഷ്യരും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ദീൻ. അതല്ലേ ദീനിന്റെ ആശയം. ശത്രുത അങ്ങേയറ്റത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും സമൂഹത്തിൽ. ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഇന്റലക്ച്വൽ എക്സർസൈസ്, ബുദ്ധിപരമായ അഭ്യാസങ്ങൾ നടത്തുന്ന, ബുദ്ധിപരമായ ചർച്ചകൾ നടക്കുന്ന സമൂഹത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അതിന്റെ പേരിലൊക്കെ ശത്രുക്കളായി തമ്മിൽ തല്ലി മരിക്കാനാണോ? നദർതു ഇലാ ഖൽഖില്ലാ, സൃഷ്ടികളിലേക്ക് ഞാൻ നോക്കുമ്പോൾ യബ്ഗി ബഅദുഹും അലാ ബഅദിൻ, ചിലരെ ആക്രമിക്കുന്നുണ്ട്. വയുഖാതിലു ബഅദുഹും ബഅദ, ചിലരോട് യുദ്ധം ചെയ്യുന്നതും ഞാൻ കണ്ടു. ഹത്തിമുൽ അസം ശിഷ്യൻ തന്റെ ഗുരുവിനോട് ഷഖീഖുൽ ബൽഖിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഫറജഅതു ഇലാ ഖൗലിഹി തആല, ഞാൻ അന്നേരം അല്ലാഹുവിന്റെ വചനം ഒന്ന് ആലോചിച്ചു പോയി. الشيطان لكم عدو فاتخذوه عدوا. سورة فاطر. إن الشيطان لكم عدو فاتخذوه عدوا. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ശത്രുത പിശാചിന്റേതാണ്. ശത്രുതയുണ്ടാക്കുന്നത് പിശാചാണ്. ശത്രുതയുണ്ടാവാൻ വേണ്ടി പ്രസംഗിക്കുന്നതും പിശാചിന്റെ പണിയാണ്. ശത്രുതയുണ്ടാക്കുന്ന പോസ്റ്റുകൾ, കമന്റുകൾ എഴുതി വിടുന്നതും പിശാചിന്റെ പണിയാണ്. മനുഷ്യനെ തമ്മിലടിക്കുന്ന ചിന്തകൾ ഉണ്ടാക്കുന്നതും പിശാചാണ്. അതുകൊണ്ട് ശത്രുത വരുത്തുന്ന പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണേ എന്ന അള്ളാഹുവിന്റെ സൂറത്തു ഫാത്തിറിന്റെ ആയത്ത് ഞാൻ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ, ഞാൻ പിശാചിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്റെ ശത്രുത പിശാചിനോട് മാത്രം. ശത്രുത വെക്കുന്ന ആളുകളോട് അവർ പിശാചിനാൽ പ്രേരിതരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ശത്രുതക്ക് ഞാൻ നിന്നുകൊടുത്തില്ല, ശത്രുതയുണ്ടാക്കാൻ നിന്നുകൊടുത്തില്ല, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നിന്നുകൊടുത്തില്ല. ഈ സമൂഹത്തിന്റെ വാക്കുകളെ ഭിന്നിപ്പിക്കാനോ ഈ സമൂഹത്തിന്റെ ശബ്ദം ഭിന്നിപ്പിക്കാനോ ഞാൻ കൂട്ടുനിന്നില്ല. റളിയല്ലാഹു അൻഹു ഷഖീഖുൽ ബൽഖിയോട് പറയുന്നു, സമൂഹത്തിൽ ശത്രുതയല്ലല്ലോ വേണ്ടത്, ശത്രുത പിശാച് തന്നെ ചെയ്യുന്നില്ലേ? فاتخذوه عدوا إن الشيطان لكم عدو فاتخذوه عدوا. മനുഷ്യരെ ശത്രുവായി കാണല്ലേ, പിശാചാണ് ശത്രു. അതുകൊണ്ട് ശത്രുത പിശാചിന്റേതാണ്, പിശാചാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് ഞാൻ മനുഷ്യരിൽ ആരോടും ദേഷ്യപ്പെടാൻ പോയില്ല, മനുഷ്യരിൽ ആരോടും ഞാൻ ശത്രുത വെക്കാൻ പോയില്ല. മനസ്സ് ശുദ്ധമാക്കി. മനസ്സ് ശുദ്ധമെന്ന് വലിയ വിഷയമാണ്. അത് പണ്ഡിതന്മാര് മുതൽ മുതഅല്ലിമീങ്ങൾ മുതൽ സാധാരണക്കാര് മുതൽ ഇങ്ങോട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറെ അഴുക്കുകൾ ശുദ്ധിയാക്കി എടുക്കാനുണ്ട്. അഴുക്കുണ്ടെന്ന് മുഖം പറയുന്നുണ്ട്, അഴുക്കുകളുണ്ടെന്ന് കർമ്മങ്ങൾ പറയുന്നുണ്ട്, അഴുക്കുകളുണ്ടെന്ന് വാക്കുകൾ എന്ന് മനസ്സിലാവുന്നുണ്ട്, അഴുക്ക് ഹൃദയത്തിലുണ്ടെന്ന് പദപ്രയോഗങ്ങൾ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇന്ന ശൈത്വാന ലക്കും അദു. അതുകൊണ്ട് കുടുംബത്തിൽ ശത്രുതയുണ്ടാവല്ലേ, ബന്ധുക്കളിൽ ശത്രുതയുണ്ടാവല്ലേ, സുഹൃത്തുക്കളിൽ സമൂഹത്തിൽ ശത്രുതയുണ്ടാവല്ലേ. ഫത്തഖിദൂഹു അദുവാ. പിശാചാണ് ശത്രു, മനുഷ്യരെ ശത്രുവാക്കല്ലേ. മനുഷ്യര് മിത്രങ്ങളാണ്, നന്മ ഉപദേശിക്കുകയും നന്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ജീവിക്കേണ്ടവർ. അതുകൊണ്ട് ഷഖീഖുൽ ബൽഖി, ജീവിതത്തിൽ എനിക്ക് ഒരു ശത്രുവേ ഉണ്ടായിട്ടുള്ളൂ, അത് പിശാചായിരുന്നു. മനുഷ്യരോട് ഞാൻ ശത്രുത വെച്ചിട്ടില്ല. കാരണം എന്താ അറിയോ? പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് പിശാചിനെ ശത്രുവായി പ്രഖ്യാപിച്ചോളൂ. അതുകൊണ്ട് ഉമ്മമാരെ, നാവുകളിൽ നിന്ന് ഒരു അന്യ സഹോദരിയെ, ഒരു സഹോദരനെ, ഒരു ബന്ധുവിനെ, തന്റെ മിത്രത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നാവുകൊണ്ട് പറയല്ലേ. ഒരാൾക്ക് വേദന തോന്നുന്ന വാക്ക് പറയല്ലേ. എങ്ങനെയെന്നറിയാം? ആ വാക്ക് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് വിഷമുണ്ടാകുമോ? ആ വാക്ക് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് വേദനിക്കുമോ? എങ്കിൽ ഞാനത് മറ്റൊരാളോട് പറയാൻ പാടില്ല.
വീടുകളിൽ അച്ചടക്കത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കേണ്ടവർ, ഭർത്താവിനെ സ്നേഹിച്ചു കഴിയേണ്ട ഭാര്യമാർ, ഭാര്യമാരെ സംരക്ഷിച്ചു കഴിയേണ്ട ഭർത്താക്കന്മാർ, സ്നേഹം അതുപോലെ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ട കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോവല്ലേ. വാക്കുകളെ കൊണ്ട് ഫിത്ന ഉണ്ടാവല്ലേ, ഫസാദുകൾ ഉണ്ടാവല്ലേ, ഫിത്നകളും ഫസാദുകളും വരല്ലേ. ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കല്ലേ. എളുപ്പമാണ് ഫിത്ന ഉണ്ടാക്കാൻ, എത്ര എളുപ്പമാണ്. അതിന് വലിയ പണിയുണ്ടോ? ഫിത്ന ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണ്, തീർക്കാൻ എളുപ്പമാണോ? ഭിന്നിപ്പുണ്ടായതൊക്കെ ഒരിക്കൽ പോലും തീർക്കാൻ കഴിയാതെ ഇന്നും കുഴങ്ങുന്നില്ലേ നമ്മുടെ സമൂഹം? ഭിന്നിപ്പുണ്ടാകാൻ എളുപ്പമാണ്, ഉണ്ടാക്കിയ ആളുകൾക്ക് അത് എളുപ്പമാണ്. പക്ഷേ അത് തിരുത്താൻ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് ഇതിന് നഷ്ടം സഹിക്കേണ്ടി വരും. ഈ സമൂഹം നഷ്ടം സഹിച്ചില്ലേ, സഹിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് ലാ തആദൗ, നിങ്ങൾ പരസ്പരം ശത്രുത വെക്കല്ലിൻ, വലാ തബാഗദു, നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടല്ലിൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്നറിയോ? ഹൃദയം ശുദ്ധിയാകും. അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. എത്രയോ വാക്കുകളുണ്ട്. ഇന്നൽ മർഅ ലയതകല്ലമു മിൻ സഖത്തില്ലാഹ് ലാ യുൽഖി ലഹാ ബാലാ. എത്രയോ ആളുകളുണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് ഇങ്ങനെ പറയും. ലാ യുൽഖി ലഹാ ബാലൻ, നെവർ മൈൻഡ്, അല്ലേ? മൈൻഡ് പോലും ചെയ്യാതെ ചില വാക്ക് ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയും. ലാ യുൽഖി ലഹാ ബാല, അതിലെന്താ, അതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. യഹ്വി ബിഹാ 70 ഖരീഫൻ ഫീ നാരി ജഹന്നം. പറഞ്ഞു പോയൊരു വാക്കുകൊണ്ട് നരകത്തിലേക്ക് 70ഓളം വർഷം അതിന്റെ ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. ചില പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, അല്ലാഹു വെറുക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ നരകത്തിലേക്ക് 70ഓളം വർഷം ആഴത്തിൽ വീഴുമാർ അല്ലാഹു നരകത്തിലേക്ക് അവരെ ആപ്പതിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന വാക്ക് എങ്ങനെയാണ്. മുനാഫിഖിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഖൽബുഹു വറാ ലിസാനിഹി, മുനാഫിഖിന്റെ ഹൃദയം നാവിന്റെ ബാക്കിലാണ്, മുഅ്മിന്റെ ഹൃദയം നാവിന്റെ മുമ്പിലാണ്. നാവ് കൊണ്ട് പറയുന്നതിന്റെ മുമ്പ് ആലോചിക്കും, ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ. അതാ മുഅ്മിന്റെ. മറ്റേത് ആദ്യം കൂടെ പറയും, പിന്നെ 10 സമയം വിളിച്ചിട്ട് പറയും ഞാൻ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്നതാണ്. അതല്ലല്ല, മുഅ്മിൻ അങ്ങനെയല്ല. ആദ്യം ചിന്തിച്ചിട്ട് പറയും, ആദ്യം ചിന്തിക്ക് എന്നിട്ട് പറയും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താ സ്വന്തം ശരീരത്തോട് വസിയത്ത് ചെയ്യട്ടെ. നമ്മുടെ നാവുകളിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ വീടുകളിൽ ഉയരല്ലേ. വാപ്പയോട് മക്കളോ, മക്കളോട് വാപ്പയോ പറയല്ലേ. വേദനിപ്പിക്കുന്നതൊന്നും ശത്രുത വരില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മകൻ വാപ്പയെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പ എന്റെ പൈസയെല്ലാം തട്ടിയെടുത്തു. മക്കളെ കൊള്ളടിക്കുന്ന വാപ്പാരുണ്ടാവും ചിലപ്പോ. മകന്റെ മുതൽ വാപ്പയെടുത്തു. ഇതാ കംപ്ലൈന്റ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കോടതിയിൽ വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഡ്ജാണ്, വിധി പറയണം. മസ്അല എന്താണെന്നറിയോ? മകന്റെ ആകെയുള്ള ക്യാപിറ്റൽ, മകന്റെ അടുത്ത് ആകെ 1000 രൂപയുള്ളൂ. ആ 1000 രൂപ വാപ്പെടുത്തു. ഇത് വാപ്പ ചെയ്യാൻ പാടില്ല. മകന് ഒരുപാട് പൈസ ഉണ്ട് ജീവിക്കാൻ, അതിൽ നിന്ന് ഒരൽപ്പം വാപ്പയെടുത്തു. അതിനെക്കുറിച്ചാണ് ചർച്ച കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാപ്പയുടെയും മകന്റെയും ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്നത് കാണണം. ലോക പ്രസിദ്ധമായ ഹദീസല്ലേ ഇത്. എന്താ നബി തങ്ങളുടെ മറുപടി എന്നറിയോ? വാപ്പയെ സംബന്ധിച്ച് പരാതി പറയാൻ വന്ന മകനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, മോനെ, അൻത വമാലുക ലി അബീക, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്ക് ഉടമസ്ഥപ്പെട്ടതാണല്ലോ. നീയും നിന്റെ